ഈ സീസണിൽ IPL പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ടീമുകളെ പ്രവചിക്കാൻ നിങ്ങൾക്കാവുമോ? വിലയേറിയ നിങ്ങളുടെ പ്രവചനങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ സീസണിലെ ആദ്യ നോക്കൌട്ട് മത്സരമാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരമാണെങ്കിലും ഇതൊരു നോക്കൌട്ട് മത്സരം തന്നെയാണ്. ആരാകും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയെന്നത് തീരുമാനിക്കുന്നത് ഈ മത്സരത്തിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. ഇരു ടീമുകൾക്കും തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ വിജയം നിർണായകം. അതേസമയം ധോണിയുടെ ചെന്നൈ ജേഴ്സിയിലുള്ള അവസാന IPL മത്സരമാകുമോ ഇത് എന്ന ഭയവും ആരാധകർക്കുണ്ട്. ശനിയാഴ്ച മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്ലേ ഓഫ് അടുത്തിരിക്കെ മഴ ദൈവങ്ങളും IPLൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. കാലാവസ്ഥാ പ്രവചനം പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ സംഭവിക്കുകയും മഴ മൂലം കളി നടക്കാതെ പോവുകയും ചെയ്താൽ ചെന്നൈക്ക് മുന്നോട്ട് പോകാനാവും. മഴ പെയ്യുകയും കളി നടക്കാതെ വരികയും ചെയ്താൽ അതിന് ഒരു അർത്ഥം മാത്രമാണുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ പ്ലേ ഓഫ് മോഹങ്ങൾ അവസാനിക്കും. കാരണം നിലവിൽ 14 പോയിന്റുമായി ടേബിളിൽ 3-ാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത്. എന്നാൽ RCBക്ക് 12 പോയിന്റുകൾ മാത്രമാണ്. മഴ മൂലം കളി മുടങ്ങിയാൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം വീതിച്ചെടുക്കും. അങ്ങനെ വന്നാൽ ചെന്നൈക്ക് അനായാസം മുന്നോട്ട് പോകാൻ സാധിക്കും. ചെന്നൈയെ സംബന്ധിച്ച് ബാംഗ്ലൂരിനെതിരെ വലിയൊരു തോൽവി നേരിടേണ്ടി വന്നില്ലെങ്കിലും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനാകും. നിലവിൽ RCBയുടെ നെറ്റ് റൺ റേറ്റ് +0.387 ആണ്. CSKയുടേതാവട്ടെ +0.528. അങ്ങനെ നോക്കുമ്പോൾ ചെന്നൈക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ചെന്നൈയോട് നേരിയ മാർജിനിലാണ് ജയിക്കുന്നതെങ്കിൽ പോലും RCBയുടെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങും. അങ്ങനെ സംഭവിച്ചാൽ ചെന്നൈക്കും ഹൈദരാബാദിനും തൊട്ടു പിന്നിലായിട്ടായിരിക്കും RCB ഫിനിഷ് ചെയ്യുക. ഹൈദരാബാദാണ് നിലവിൽ 4-ാം സ്ഥാനത്തുള്ള ടീം. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാലും വിജയം 17 റൺസിന്റെ മാർജിനിൽ താഴെയാണെങ്കിൽ ബാംഗ്ലൂരിനെ പിന്തള്ളി അവർക്ക് മുന്നോട്ട് പോകാനാകും. അതേസമയം ബാംഗ്ലൂർ ചേസ് ചെയ്താണ് ജയിക്കുന്നതെങ്കിൽ 18.1 ഓവറിനുള്ളിൽ ബാംഗ്ലൂർ ജയിക്കാതെ നോക്കുകയും ചെയ്യണം. അങ്ങനെ സംഭവിച്ചാൽ RCBയേക്കാൾ നെറ്റ് റൺ റേറ്റ് നിലനിർത്താൻ ചെന്നൈക്ക് സാധിക്കും. ബാംഗ്ലൂരിനെതിരെ വിജയം നേടുകയാണെങ്കിൽ ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പാണ്. പിന്നാലെ രാജസ്ഥാൻ ഹൈദരാബാദിനോട് പരാജയപ്പെടുകയും ചെയ്താൽ ചെന്നൈക്ക് 2-ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് കടക്കാനും സാധിക്കും. നിലവിൽ പ്ലേ ഓഫ് യോഗ്യത നേടിയ രണ്ട് ടീമുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ്. ഒന്നാമതിലുള്ള കൊൽക്കത്തയ്ക്ക് 19 പോയിന്റുകളാണുള്ളത്. അതേസമയം രാജസ്ഥാന് 16 പോയിന്റുകളുമുണ്ട്. എന്നാൽ അവസാനം കളിച്ച 4 കളികളും പരാജയപ്പെട്ട് നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് രാജസ്ഥാൻ.